ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട് മാറുന്നതിനോടനുബന്ധിച്ചുള്ള നമ്മുടെ ക്ലീനിങ്ങും അടുക്കിപ്പെറുക്കലും പാക്കിങ്ങും ഒക്കെയാണ് കേട്ടോ. നമ്മൾ കുറച്ച് തുണിയൊക്കെ ഒന്ന് ട്രോളിയിലേക്ക് എടുത്ത് വെക്കാൻ പാടില്ല. ഞാൻ ആക്ച്വലി കഴിഞ്ഞ ആഴ്ച മുതൽ ഓർക്കുന്നത് എൻ്റെ കുറേ ഡ്രസ്സ് ഇപ്പം എനിക്കെല്ലാം ഇടാൻ പറ്റുന്നില്ലല്ലോ. പാൻസും ജീൻസിൻ്റെ പാൻസും അങ്ങനത്തെ കുറേ ടോപ്പുകളൊക്കെ എല്ലാം ഒന്ന് ട്രോളിയിലേക്ക് എടുത്ത് വെക്കണം. കാരണം ആ വീട്ടിൽ എനിക്ക് ഇടാൻ പറ്റുന്നൊന്നുമില്ല, പക്ഷെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പം അങ്ങനെ എടുത്ത് വെക്കണമെന്ന് കുറച്ച് ദിവസം ഓർക്കുന്നു, പക്ഷെ സമയം കിട്ടില്ല. അപ്പം എന്തായാലും ആ എടുത്ത് വെക്കലും പോകാനുള്ള എടുത്തു വെക്കലെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ വീട് മാറ്റം എന്ന് പറയുന്നത് വളരെ പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു കേട്ടോ. വളരെ പെട്ടെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ പറയാം. കാരണം ഈ മാസം ഏപ്രിൽ മാസം നമ്മുടെ വീട് റെൻ്റൽ റിന്യൂവലിൻ്റെ സമയമാണ്. അപ്പം ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തായിരുന്നു ഇത്തവണത്തെ റിന്യൂവൽ ചെയ്യാതെ നമുക്ക് ഇവിടെ നിന്ന് മാറാമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ അന്നേരം പിന്നെ പ്രഗ്നൻസി ഹോസ്പിറ്റൽ കേസും എല്ലാം അടുത്ത് പെട്ടെന്നായിരുന്നു, എല്ലാം ചുറ്റുപടിയായിരുന്നു. കാരണം നമുക്ക് തീരുമാനം എടുക്കാൻ വേണ്ടി ആലോചിച്ചിരിക്കാൻ സമയമില്ല എന്നറിയാം. കാരണം ഡെലിവറി എടുക്കാനായി. അപ്പോൾ പിന്നെ അവസാന ദിവസങ്ങളിലേക്ക് മൂവ്മെൻ്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒട്ടും പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ആഴ്ച തന്നെ മാറാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തി. അപ്പോൾ കറക്റ്റ് ഞാൻ സിക്ക് ലീവായിരുന്നു. എനിക്ക് രണ്ടര ആഴ്ചയോളം ഞാൻ സിക്ക് ലീവായിരുന്നു. അപ്പം എനിക്ക് ശരിക്കും വയ്യായിരുന്നു കേട്ടോ. വയ്യാതിരുന്നപ്പോഴും ഞാനധികമൊന്നും ചെയ്തില്ല. കുറച്ച് തുണി അടുക്കി വെക്കൽ മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ബാക്കിയെല്ലാം ഇച്ചാനാണ് ചെയ്തത്. അപ്പോൾ ഇച്ചാൻ റിസൈൻ ചെയ്തപ്പം കുറച്ച് ആനുവൽ ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കറക്റ്റ് ആ ഒരു 2 ആഴ്ച കൊണ്ട് എല്ലാം ചടപടയും തീരുമാനങ്ങൾ എടുക്കലും പാക്കിങ്ങും സാധനങ്ങളെല്ലാം ചെയ്യലെല്ലാം ഈ 2 ആഴ്ച കൊണ്ട് നടന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു റിസ്ക് പിടിച്ച ഒരു തീരുമാനമാണ് ഞങ്ങൾ അവസാന നിമിഷം എടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിനും അധികം സമയം കിട്ടിയില്ല. പക്ഷെ എന്നാലും ആ 2 ആഴ്ച രണ്ടുപേരും വീട്ടിലുണ്ടായിരുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ അങ്ങ് എല്ലാം ചെയ്ത് തട്ടിക്കൂട്ടി എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മൾ ഈ വീട്ടിലിപ്പോൾ 2 വർഷമായി നമ്മൾ താമസിക്കുന്നു. അപ്പോൾ ഈ വീട് ബ്രാൻഡ് ന്യൂ വീടായിരുന്നു. നമ്മളാണ് ആദ്യത്തെ ടെനൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ വീടായിട്ടാണ് നമുക്ക് കിട്ടിയത്. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചും കൊടുക്കണം. അപ്പം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഏജൻസി ആയിരുന്നു നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് ഫൈനൽ ക്ലീനിങ്, കാർപ്പറ്റ് ക്ലീനിങ്ങും വിൻഡോ ക്ലീനിങ്ങും അങ്ങനെ എല്ലാ ക്ലീനിങ്ങും ഉണ്ട്, ജനറൽ ക്ലീനിങ്ങൊക്കെ. അപ്പോൾ ആ ക്ലീനിങ്ങുകളെല്ലാം നമ്മൾ ഏജൻസി റെക്കമെൻഡ് ചെയ്ത ഒരു ക്ലീനേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. കാരണം നമുക്ക് വേണമെങ്കിൽ നമുക്ക് സ്വന്തം ചെയ്യാം, പക്ഷെ എന്നാലും കാർപ്പറ്റ് ക്ലീനിങ് ഒന്നും നമ്മൾ ചെയ്താലൊന്നും പെർഫെക്റ്റ് ആകത്തില്ല. അത് സ്റ്റീം ക്ലീനിങ് ഒക്കെ ചെയ്യണം. അപ്പം പിന്നെ അതിൻ്റെ കൂടെ ജനറൽ ക്ലീനിങ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് സ്വന്തം ചെയ്യാം, വിൻഡോ ക്ലീനിങ് ഒക്കെ. പിന്നെ ഞങ്ങളോർത്ത് എനിക്കൊന്നാതെ വയ്യാതിരിക്കുകയാണ്, പിന്നെ ചെയ്യാനെല്ലാം കൂടി ചെയ്യാൻ പറ്റത്തില്ലല്ലോ തന്നെ. അപ്പം ഞങ്ങളോർത്തെന്നാൽ അവർ പറഞ്ഞ് റെക്കമെൻഡ് ചെയ്ത ക്ലീനേഴ്സിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാമെന്ന് ഓർത്തു. അങ്ങനെ ആകുമ്പം അവർ ഹാപ്പിയാണ്, നമുക്കും പണി കുറഞ്ഞു കിട്ടും എന്നോർത്ത് അങ്ങനെ ക്ലീനിങ് മുഴുവൻ ക്ലീനേഴ്സിനെ ഏൽപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ഭാരം അങ്ങ് മാറിയെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് സാധനങ്ങളെല്ലാം മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മൂവേഴ്സിനെ ഏൽപ്പിച്ചു. അപ്പോൾ നമ്മൾ സാധനങ്ങൾ നമ്മുടെ വീട്ടിലെ ഫർണിച്ചേഴ്സ് സത്യം പറഞ്ഞാൽ എല്ലാം തന്നെ നമ്മൾ സെക്കൻഡ് ഹാൻഡ് മേടിച്ചതാണ് കേട്ടോ, മാർക്കറ്റ് പ്ലേസിൽ നിന്നും പിന്നെ ചാരിറ്റി ഷോപ്പിൽ നിന്നൊക്കെ. അപ്പം നമ്മൾ വന്ന സമയത്ത് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഓരോ സാധനം മേടിച്ചതിൻ്റെയൊക്കെ കാര്യങ്ങളും വിലയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് നമ്മളിങ്ങനെ പറഞ്ഞായിരുന്നു ചാരിറ്റി ഷോപ്പിൽ നിന്നാണ് എല്ലാം തന്നെ മേടിച്ചതെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സാധനങ്ങളൊന്നും കൊണ്ടുപോകുന്നതിൽ വലിയ അർത്ഥമായിട്ട് തോന്നിയില്ല. കാരണം എല്ലാം സെക്കൻഡ് ഹാൻഡാണ്. പിന്നെ നമ്മളിവിടെ നിന്നെല്ലാം പൊക്കി കൊണ്ടുപോയി അവിടെ എത്തുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ഒടിഞ്ഞും പറഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഓർത്തെന്നാൽ അത് മാർക്കറ്റ് പ്ലേസ് തന്നെ ഇട്ട് വിൽക്കാൻ പറ്റുന്നതൊക്കെ വിൽക്കാം. പിന്നെ ചിലതൊക്കെ നമുക്ക് കൊള്ളത്തില്ലാത്തതുകൊണ്ട്, അതായത് നമ്മുടെ സെറ്റിയൊക്കെ ആണെങ്കിൽ റിച്ചുകൊട്ടൻ ചാടി അതിൻ്റെ തൊലിയെല്ലാം പോയി തുടങ്ങിയായിരുന്നു. റെക്സിൻ മറ്റേ ലെതറിൻ്റെ ആയിരുന്നു. അപ്പോൾ അത് കുറേ തൊലി പൊളിഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാം എന്നൊക്കെ അങ്ങനെയൊക്കെ ഇട്ട് ഓരോ സാധനങ്ങൾ ഓരോ സൈഡിൽ കൂടെ വിൽപ്പനയും തുടങ്ങി. പിന്നെ നമ്മൾ പുതിയതായിട്ട് മേടിച്ചതെന്ന് വെച്ചാൽ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടുപോകണം. പിന്നെ കമ്പ്യൂട്ടർ ടേബിള്, ചെയർ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട് നല്ലത്. അപ്പോൾ അതെല്ലാം കൊണ്ടുപോവാം. കാരണം ഇനിയിപ്പം പുതിയ സ്ഥലത്ത് ചെന്നാലും നമ്മളിതെല്ലാം മേടിക്കുമ്പം അതിനെക്കാട്ടിലും വലിയൊരു പൈസയാവും. അപ്പോൾ അതുകൊണ്ട് നല്ല സാധനങ്ങളൊക്കെ കൊണ്ടുപോകാമെന്ന് തന്നെ തീരുമാനിച്ച്. അപ്പോൾ അങ്ങനെ സാധനങ്ങളെല്ലാം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മൂവേഴ്സിനെ ഏൽപ്പിച്ചു.
അപ്പോൾ അതും കുറേ കാര്യങ്ങൾക്ക് നല്ലതാണ്. അല്ല നമ്മൾ ട്രിപ്പ് അടിക്കലും അല്ല അതൊന്നും നടക്കത്തില്ല. അപ്പോൾ ഇതാകുമ്പം ഒറ്റ ഒരു കണ്ടെയ്നറിൽ എല്ലാം കൂടി കയറ്റി അവർ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകും. നമുക്ക് അവിടെ ഡെലിവറി ചെയ്യും. ലോഡിങ് ആൻഡ് അൺലോഡിങ് എല്ലാം അവർ തന്നെ ചെയ്യും. അപ്പം നമുക്ക് ഒത്തിരി തലവേദന ഒഴിഞ്ഞു കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യവും അവരെ ഏൽപ്പിച്ചു. നമ്മളിങ്ങനെ വാടകയ്ക്ക് താമസിക്കുമ്പം ഒരുപാട് സാധനങ്ങളൊന്നും മേടിച്ച് കൂട്ടാറില്ല. ഞങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെ നോക്കിയാണ് ഓരോ സാധനങ്ങൾ മേടിക്കുന്നത്. ഇച്ചാൻ എന്നെയും കൊണ്ടും മേടിപ്പിക്കാൻ സമ്മതിക്കില്ല, അതുപോലെ ഇച്ചാനെ കൊണ്ട് ഞാനും മേടിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിക്കാതെയാണ് ഓരോന്നും ചെയ്യുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മളിങ്ങനെ ഈ പാക്കിങ് ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് എന്തോരം സാധനങ്ങൾ നമ്മൾ മേടിച്ച് കൂട്ടി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എന്നാന്ന് പറഞ്ഞാൽ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു വലിയൊരു പരിപാടിയാണ്. വീട് മാറൽ, അതിപ്പം അടുത്താണെങ്കിലും അകലെയാണെങ്കിലും അത് വലിയൊരു ജോബ് തന്നെയാണ്. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോഴേ എൻ്റെ ഒരു വിഷമം ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാവുള്ളൂ, എന്തോരം സാധനങ്ങൾ നമുക്കുണ്ടെന്ന്. ഇന്നത്തെ മണ്ണെല്ലാം ചാക്കിലാക്കി അവിടെ കൊണ്ടിടാൻ പോവാണ്. അത് തക്കാളിയാണ്. കഴിച്ചാൽ ഇവിടെ റിച്ചിക്കുട്ടൻ്റെ കബോർഡൊക്കെ അരിച്ച് പറക്കുകയാണ്. കുറേ സാധനങ്ങൾ കളയാനുണ്ട്. റിച്ചിക്കുട്ടൻ്റെ അയർലൻഡിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. അവിടുത്തെ മണ്ടിച്ചേരി അവിടെ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളും കുറേ ഉണ്ട്. ഇവിടുത്തെ കുറേ സാധനങ്ങളുണ്ട്. അതിൻ്റെ പെയിൻറ്റിങ്സ്. അതെ. പിന്നെ എൻ്റെ കിൻഡറല്ലായിരുന്നു, കിൻഡറിലെ ഫോട്ടോ, സ്കൂളിൽ നിന്ന് എടുത്ത ഫോട്ടോ. ഇത് നമുക്ക് അയർലൻഡിൽ നിന്ന് സതീഷ് ചേട്ടൻ വരച്ച് തന്ന ഫോട്ടോ. അത് ഓപ്പൺ ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. നമുക്കത് തുറക്കാൻ പോലും പറ്റില്ല, കാരണം ഇവിടെ ഒന്നും ആണി അടിക്കാനും ഇനിയിപ്പോ ഒരു സ്വന്തമായിട്ട് വീട് മേടിച്ചാലേ അതൊക്കെ പറ്റുള്ളൂ. കൊറേ കാലമായിട്ട് വൃത്തിക്കാരം ഭാഗ്യം ലഭിക്കാതിരിക്കുന്ന ഒരു വിലപിടിച്ച സാധനം, അടുത്ത സാധനം. അതെ, ഇതുവരെ ഇതും എവിടെ വെക്കാനോ തൂക്കിയിടാനോ പറ്റിയിട്ടില്ല. അതെ. അയ്യോ അയ്യോ പാവം. സിൽവർ പ്ലേ ബട്ടൺ. അതേ ആൽബം ഒക്കെ കാണാൻ അത് കൂളാണ്. അമ്മച്ച നമുക്ക് കൊണ്ടുവന്നത് ഒന്നും കളയാൻ സമ്മതിക്കില്ല. ഇതൊക്കെ ഇതൊക്കെ ഫുള്ളായതാ. ഇച്ചിരി വേറെ ബുക്ക് ഉണ്ട് ഇതിനകത്ത്. അതൊക്കെ ചാടി പോകുന്നു. റിച്ചിക്കുട്ടന് കുറച്ച് വേണ്ട സാധനങ്ങൾ മാത്രം അങ്ങനൊരു സഞ്ചിക്കകത്താക്കി. ഈ പെട്ടിക്കകത്ത് കുറച്ച് തുണികളുണ്ടായിരുന്നു അവിടെ, എല്ലാം കൂടെ ഒന്ന് പുറത്തെടുത്ത് വീണ്ടും ഒന്നും കൂടി ഒന്ന് കുറച്ച് കളയേണ്ടതൊക്കെ കളയാണ്. കാരണം ഇത് അയർലൻഡിൽ നിന്ന് കൊണ്ടുവന്ന് റിച്ചിക്കുട്ടൻ്റെ കുഞ്ഞിലെ കുറേ കളയാൻ മനസ്സ് വരാത്ത കുറേ സാധനങ്ങളുണ്ട്. അതിനകത്ത് കുറച്ചൊക്കെ എടുത്ത് കളയാം. പിന്നെ കുറേ നല്ലതാണ്. റിച്ചിക്കുട്ടൻ്റെ കുഞ്ഞിലെ ഇതൊക്കെ ഉണ്ട്, മറ്റേ സെറ്ററൊക്കെ എൻ്റെ കൽപ്പറ്റന്ന് മേടിച്ച ഇതൊക്കെ മേടിക്കിടാം. അതുപോലെ മങ്കി ക്യാപ്പൊക്കെ. പിന്നെ ചെറിയ ഇത് പണ്ട് നമ്മൾ ഡബ്ലിനിലായിരുന്നപ്പോൾ ആദ്യം വന്ന സമയത്ത് അവിടുത്തെ നമ്മുടെ ലാൻഡ് ലോഡ് മേടിച്ച് വെച്ചായിരുന്നു റിച്ചിക്കുട്ടനെ. ഒന്നും യൂസ് ചെയ്തിട്ടേ ഇല്ല. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് വീണ്ടും ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ പെട്ടി അടയില്ല. അതുപോലെ സാധനങ്ങളുണ്ട്. കുറേ സാധനങ്ങളൊക്കെ അറിയാം. എന്ത് പരിപാടി?
അങ്ങനെ അത് പെട്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടോ. പിന്നെ അത് ഉണ്ടോ ഗ്ലൗസ്, അതുപോലെ എന്താണ് തെർമൽ അയർലൻഡിൽ നിന്ന് കൊണ്ടുവന്ന പോലെ ഇരിപ്പുണ്ട്. ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, ഇവിടെ വന്നിട്ട് യൂസ് ചെയ്യേണ്ടി വന്നിട്ടേ ഇല്ല കേട്ടോ. പിന്നെ ഈ ഗ്ലൗസ് എന്ന് പറയുന്നത് ഞങ്ങളൊരു തവണ സ്നോ കാണാൻ വേണ്ടിയിട്ട് വെള്ളമെടുത്ത് സ്നോയിൽ കളിക്കാൻ വേണ്ടിയിട്ട് പോയായിരുന്നു. അന്ന് പോയപ്പോൾ മാത്രം അത് യൂസ് ചെയ്തതാണ്. അല്ലാതെ ഇവിടെ വന്നിട്ട് സാധാ ഗ്ലൗസ് അല്ലാത്ത ഗ്ലൗസ് ഒന്നും ഉപയോഗിക്കേണ്ടേ വന്നിട്ടില്ല കേട്ടോ. ഞാൻ തെർമലാണെങ്കിലും ഗ്ലൗസ് ആണെങ്കിലും ഒന്നും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ വിൻ്ററിൽ 1-2 പ്രാവശ്യങ്ങൾ തെർമൽ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ ഞങ്ങളാരും റിച്ചുകുട്ടനോ ഞാനോ തെർമൽ യൂസ് ചെയ്തിട്ടില്ല, ഗ്ലൗസും ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. എല്ലാം അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ കളയാനായിട്ട് വിഷമം കൊണ്ട് എല്ലാം വെച്ചേക്കാണ് ഇപ്പോഴും. എനിക്ക് പാട്ടും പാടി ഭയങ്കര പാക്കിങ് ആയിരുന്നു. ഓയ് ഓയ് എന്താ പരിപാടി? ഞാൻ ഇത് ഫുള്ള് കഴിഞ്ഞുന്ന്. എൻ്റെ പെട്ടി കഴിഞ്ഞ്. ഇതാ അടുത്ത ദിവസം നമ്മൾ വീണ്ടും ക്ലീനിങ് പാക്കിങ്ങിലേക്കാണ് കിടക്കുകയാണ്. ബൈസൈക്കിൾ ഓണേഴ്സ് മാനുവൽ. ബൈസൈക്കിൾ ഓരോ സാധനങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യമില്ലാത്തൊക്കെ കുറേ കളയാനുണ്ട്. കുറേ സാധനങ്ങൾ ഇങ്ങനെ നിരത്തി പറിച്ചിട്ടൊക്കെയാണ്. എന്താ വെച്ചാൽ കാർഡ്ബോർഡ് ബോക്സിന്റെ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ ബോക്സ് ആക്കി സാധനങ്ങളൊക്കെ കയറ്റണം. അവിടുത്തെ ആള് ഒറ്റക്കടുത്തിട്ടുണ്ട്. ഞാൻ കിടന്ന് ചക്രശ്വാസം പഠിക്കേണ്ടതുകൊണ്ട് നമ്മുടെ ഫർണിച്ചേഴ്സ് ഫേസ്ബുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ഒരു വശത്തോടെ അങ്ങനെ ആൾക്കാർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഇതാ നമ്മുടെ ലാസ്റ്റ് സാധനമായ സെറ്റി സോഫയും കൂടി എടുക്കാൻ ആൾ വന്നു. അതാ കൊണ്ടുവന്നു. അതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ഐറ്റം കേട്ടോ. അങ്ങനെ നമുക്ക് ഫൈനലി ഇരിക്കാൻ സെറ്റില്ല. ആകെപ്പാടുള്ള 2 ചെയറാണ്. ഈ ചെയർ അവിടെ പായിട്ടിരിക്കുന്നു. റിച്ചുകുട്ടനും ഞാനും ചെയറിലിരിക്കുന്നു. ചെയർ അത് 2 ഉള്ളൂ. അപ്പോൾ TV സിനിമ ഇനിയിപ്പോൾ അധികം നാൾ കാണാൻ പറ്റില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് എല്ലാവരും തച്ചിലിരുന്ന് TV കാണലും സിനിമ കാണലൊക്കെയാണ്. ഇതാണ് റിച്ചുകുട്ടൻ്റെ പുതിയ സീറ്റ് അല്ലേ? കവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കൊട്ടയ്ക്കകത്ത് കയറി. ഇത് നമ്മുടെ ബോക്സ് കെൻഡ് എന്ന് പറഞ്ഞ കമ്പനി വഴിയാണ് കേട്ടോ നമ്മൾ ഇത് അയക്കുന്നത്. അപ്പം ബോക്സ് ചുമ്മാ അങ്ങനെ എടുത്താൽ മതി അല്ലേ? പൊട്ടിക്കണോ? ഇതാ ഇത്രയും പൊക്കമുണ്ട് കേട്ടോ. ഇത്രയും പൊക്കമുണ്ട് ബോക്സിന്. ഇതിനകത്ത് കുറേ വെറുതെ കടലാസൊക്കെ ഇങ്ങനെ ഇടണം. എന്താ പറയുക, പൊട്ടാതെയും തട്ടാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് അടിയിലും മേലെയും ഒക്കെ ഇടണം. അപ്പം ഇന്ന് നമ്മൾ അടുക്കളയിലെ സാധനങ്ങളാണ് എടുത്തു വെക്കാൻ പോകുന്നത്. പാത്രങ്ങളൊക്കെ നമ്മുടെ ആ പാക്കറ്റ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ബോക്സ് നമ്മുടെ സെക്കൻഡ് ബോക്സ് അല്ല. ഇച്ച് ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. നമുക്ക് ശരിക്കും 10 ബോക്സ് കിട്ടി, പക്ഷെ നമുക്കൊരു 5 ബോക്സൊക്കെ മതിയാവും അല്ലേ? ഇപ്പൊ ഓൾറെഡി 2 ബോക്സ് കഴിഞ്ഞു. ഇനിയിപ്പം അടുക്കളയിൽ 1, 2, 3 ബോക്സ് കൂടി മതിയാവും നമുക്ക്.
അപ്പം നമ്മുടെ ഈ പാക്കറ്റിൽ, അതായത് പാക്ക് ചെയ്ത് കാർഗോ അയക്കുന്ന കണ്ടെയ്നറിൽ അയക്കുന്നതിനകത്ത് ഫുഡ് ഐറ്റംസ് ഒന്നും കയറ്റാൻ പറ്റില്ല. ഫുഡ് ഐറ്റംസ് ഓപ്പൺ ആയിട്ടുള്ളതൊന്നും കയറ്റാൻ പറ്റില്ല. സീൽഡ് ഫുഡ് ഐറ്റംസ്, നമ്മൾ യൂസ് ചെയ്യാത്തത് സീൽഡ് ആയിട്ടുള്ള പാക്ഡ് ആയിട്ടുള്ളതൊക്കെ കയറ്റി വിടാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അരിയും അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ പൊടിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം ഞാൻ സ്റ്റോറേജ് ബോക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം ഓരോ പാക്കറ്റിൽ ഇട്ട് വെക്കുകയാണ്. പിന്നെ നമ്മുടെ കത്തിയൊക്കെ സേഫായിട്ട് പൊതിഞ്ഞ് കയറ്റാണ് കേട്ടോ. അതിന് സ്പേസ് ഇല്ല, അത് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച്. ഇത് ഓപ്പൺ ചെയ്യാത്തത് ഇരിക്കുന്നൊക്കെ എടുത്തതാ. അതോ അതിനകത്ത് കടലയോ പഴങ്ങളോ എന്തൊക്കെയുണ്ട്. എടുത്തു അപ്പൊക്കെ എടുക്ക. അതെല്ലാം എടുത്ത് പുറത്തോട്ട് വെക്ക്, നിലത്തോട്ട് വെക്ക്. കിട്ടുന്ന ബബിൾ മനുഷ്യ എടുത്ത് വെച്ചേക്കാണ്. വരുന്നേ ഉള്ളു, തുടങ്ങുന്നേ ഉള്ളു. ഇച്ച് വെയിറ്റ് ചെയ്യ. നമ്മുടെ ടെനൻസി അഗ്രിമെന്റിലെ കണ്ടീഷൻ റിപ്പോർട്ടാണ്. ഓരോ സാധനങ്ങളും എല്ലാം ഇൻടാക്റ്റ് ആണോ, എന്താ വർക്കിംഗ് ആണോ, ക്ലീൻ ആണോ, അൺഡാമേജ്ഡ് ആണോ എന്നൊക്കെ എല്ലാത്തിനും SS ഇട്ട് വെക്കണം. അതിൽ കുറേ ഉണ്ട്, അത് ഫില്ല് ചെയ്യാണ്. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ടാണ് ലാസ്റ്റ് നമ്മൾ പോകുന്നത്. ഒക്കെ പൈസ തിരിച്ചിട്ടുള്ളൂ. നമുക്ക് വലിയ ഡാമേജസ് ഒന്നും ഇല്ല കേട്ടോ എന്തായാലും. അല്ല, നമുക്ക് ചെറിയ ഇതുണ്ട്. ഫ്രിഡ്ജിൽ ഇരുന്ന കുറേ സാധനങ്ങളാണ്. ഇപ്പോൾ ഫ്രിഡ്ജൊക്കെ ഒഴിവാക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് എല്ലാം എടുത്ത് ഇന്ന് ഉണ്ടാക്കാൻ പോവാണ്. എൻ്റെ ചക്ക അരിഞ്ഞത്. ഇത് ഞാനൊരു ചക്ക കൊതിച്ച് ചെയ്തുകൊണ്ട് ചക്ക കാണുന്ന എല്ലാം ചക്കയുടെ എല്ലാ സാധനങ്ങളും മേടിക്കും. ചക്കയുടെ ചോള, പിന്നെ ചക്കക്കുരു. ചക്കയുടെ ചോളയൊക്കെ പച്ചയ്ക്ക് തിന്നാൻ വേണ്ടി മേടിച്ചതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കച്ചോള ചുമ്മാ പച്ചയ്ക്ക് തിന്നുന്നത്. പക്ഷേ ഷുഗർ ഉള്ളതുകൊണ്ട് ഇപ്പം അങ്ങനെ അങ്ങ് കഴിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്രീസറിൽ ഇതുപോലെ വാങ്ങിയ പോലെ തന്നെ ഇരിക്കുന്നത്. അപ്പം എന്തായാലും കുറച്ച് ചോള ഉണ്ടായിരുന്നതും കൂടി ഈ ചക്ക വേവിക്കുന്നതിന് അരിഞ്ഞ് വെച്ചതിൻ്റെ കൂടെ അതുകൂടി അരിഞ്ഞിട്ട് ഇന്ന് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ നല്ല അടിപൊളിയായിട്ട് എല്ലാം നമ്മൾ പാക്കിങ്ങിൻ്റെ ഇടയ്ക്ക് അതും ചെയ്ത് നല്ലൊരു ചക്കപ്പുഴുക്ക് ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. ചക്കപ്പുഴുക്ക് കഴിച്ച് കഴിയാനായി. നല്ല കാന്താരിമുളകും ഉണ്ട്, പിന്നെ അച്ചാറും ഉണ്ട്. ഏത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം. സൂപ്പർ. ബേബിയോടും തുള്ളിച്ചേടുന്നുണ്ടോ അല്ലേ? ഇച്ച് ഇവിടെ കുറേ ഫ്രഞ്ച് ഫ്രൈസും ചിക്കൻ നഗറ്റ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 ദിവസം കൂടി TV ഉണ്ടാവുള്ളൂ കാണാൻ, അതുകൊണ്ട് വെച്ചാൽ തച്ചിരുന്ന് TV കാണുള്ളൂ. വെച്ചാൽ ഇവിടെ ക്വാറന്റീൻ ഇട്ടായിരിക്കുന്ന നമുക്ക് ആകപ്പാടെ 2 ചെയറേ ഉള്ളൂ, ഇനി ബാക്കി ഇത് അതെ ഇത് ആരും എടുക്കുമല്ലോ. നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാനും കൊള്ളത്തില്ല. നമ്മൾ ലാസ്റ്റ് ഇത് കളയാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ്. അതുകൊണ്ട് മാത്രം ഇതിരിക്കുന്നു. സെറ്റ് ഒക്കെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്താൽ ഇതും നമുക്ക് ലാസ്റ്റ് ദിവസം ഫ്രീ ആയിട്ട് കൊണ്ടുപോകും. നോക്കാം. റിച്ചിക്കുട്ടൻ നമ്മളെ ഇത് എന്തായിരുന്നു രോമാഞ്ചം കാണണം കേട്ടോ. അതിന് ഭയങ്കര ഇഷ്ടമാണ് പാട്ടും സിനിമയൊക്കെ. 2-3 പ്രാവശ്യമായി കാണുന്നു. നമ്മുടെ അവസാന ദിവസത്തെ പാക്കിങ്ങും അവസാന ദിവസത്തെ ധൃതി പിടിച്ചുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ 12 മണിയാകുമ്പോഴത്തേക്കും കാർഗോക്കാർ വരും സാധനം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് മുമ്പ് നമ്മൾ തീർന്നിട്ടില്ല നമ്മുടെ പണി. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അയർലൻഡിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ വെയിറ്റിംഗ് കൂടെ നോക്കണമായിരുന്നു.
ഇവിടെ പിന്നെ ആ ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ട് പകുതി സമാധാനം ഉണ്ട് കേട്ടോ. നമുക്ക് എല്ലാ സാധനങ്ങളും കയറ്റി വിടാം. കേരളത്തിലൊന്നും ഒട്ടും സമയമില്ല. ഇതിന് നമുക്ക് ഒരു സമയം കിട്ടില്ല. 2 ആഴ്ച എന്തായാലും എല്ലാം ഒന്ന് കുറച്ച് ആലോചിക്കാനും പുറക്കാനൊക്കെ കുറച്ച് സമയം കിട്ടും. ശരിക്കും നമ്മൾ പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു പോക്ക്. പക്ഷെ എന്നാലും 2 ആഴ്ച സമയം ഉണ്ടായിരുന്നു പാക്കിങ്ങിന്. നമുക്ക് ബോക്സ് കിട്ടിയിട്ട് കുറച്ചില്ലായിരുന്നു. അതെന്താ ബോക്സ് കിട്ടിയത്? നമ്മൾ വെള്ളിയാഴ്ച പറഞ്ഞു പാക്ക്. വെള്ളി, ശരി, ഞായർ, തിങ്കൾ 4ാമത്തെ ദിവസം. ഫ്രിഡ്ജൊക്കെ ഡീഫ്രോസ്റ്റ് ചെയ്ത് ഫ്രിഡ്ജും ഫ്രീസറും എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പുതിയ ഫ്രിഡ്ജ് ഒട്ടും ഫ്രോസ്റ്റ് ഇല്ല ഇതിൽ. ടോട്ടൽ നോ ഫ്രോസ്റ്റ് ആയിട്ട് മൾട്ടി എയർ ഫ്ലോ ഇഷ്ടംപോലെ ഫ്രോസ്റ്റ് ആയില്ല എന്നാണ്. അതുകൊണ്ട് എളുപ്പമായി. എന്നാലും ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. എന്താ നമ്മുടെ 10ാമത്തെ ബോക്സ് തിരക്കി പിടിച്ച് 12 മണിക്ക് അവർ വരുമെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ 10ാം ക്ലാസ്സിലെ പരീക്ഷ ഇപ്പൊ തിരക്ക് പിടിച്ചിട്ട് ഓർമ്മ വരുന്നു. മാർച്ച് മാസമല്ലേ പരീക്ഷയ്ക്ക് തിരക്ക് പിടിച്ച് എഴുതിയ പോലെയാണ്. അവസാനം ബെല്ലടിക്കാന് 5 minutes more എന്ന് പറയുമ്പോഴത്തേക്കും ആശാരിപ്പണി ചെയ്യുന്ന പോലെയാണ്. 12 മണിക്ക് അവർ വരുമെന്ന് പറഞ്ഞു കേട്ടോ. ഇപ്പൊ 12:15. നമ്മുടെ ക്ലോക്ക് കുറച്ച് മുന്നോട്ടാ. അതുപോലെ അവർ കുറച്ച് ലേറ്റ് ആയി വന്നത് കൊണ്ട് ഭാഗ്യം നമ്മുടെ 10ാമത്തെ ബോക്സ്. ഇത്രയും ബോക്സ് വേണ്ടി വരും എന്ന് വിചാരിച്ചില്ല. പക്ഷെ എന്തായാലും വേണ്ടി വന്നു. എല്ലാ സാധനങ്ങളും കയറ്റി. ഇനി നമുക്ക് കാറിൽ കൊണ്ടുപോകാനുള്ളത് ഉള്ളു ബാക്കി. അങ്ങനെ നമ്മുടെ 10ാമത്തെ ബോക്സ് കംപ്ലീറ്റ് ചെയ്തു. ഓ എൻ്റെ അമ്മ, ഒരു വല്ലാത്തൊരു ഇനി ഇവിടെ നമ്മുടെ ബെഡ് ട്രോളീസൊക്കെ ഉണ്ട്. ഇതാ നമ്മുടെ കണ്ടെയ്നർ ട്രക്ക് വന്നു കേട്ടോ. കെൻറ്റ് മൂവിങ് സ്റ്റോറേജ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂവേഴ്സ്, നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഇവർ 2-3 പേര് വന്ന് ചടപടയുന്ന, നമ്മൾ വലിയ കഷ്ടപ്പെട്ടൊക്കെ പാക്ക് ചെയ്ത സാധനമൊക്കെ ചടപടയെന്ന് എടുത്തുകൊണ്ട് പോയി. നല്ല ഈസി ആയിട്ട് നമ്മുടെ ബെഡൊക്കെ പോയി. അത് വളരെ ഈസി ആയിട്ടാണ് കൊണ്ടുവന്നത്. നമ്മുടെ ഫ്രിഡ്ജ് പോകുന്നു. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ബാഗ് എല്ലാം പോയിട്ടോ. ലാസ്റ്റ് സാധനമാണ് പോകുന്നത്. ഈ ഒരു കണ്ടെയ്നർ നിറച്ച് നമ്മുടെ സാധനങ്ങളല്ല കേട്ടോ. ഇതൊരു 95% നിറഞ്ഞാണ് വന്നത്. നമ്മുടെ കുറച്ച് സാധനങ്ങൾ ഈ മൂലയ്ക്ക് അറ്റത്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇവർ പറഞ്ഞ് നമ്മുടെ ഏറ്റവും ചെറിയൊരു മൂവാണ്, അതായത് 1 bedroom മൂവ്മെൻ്റ് എന്നാണ് അവർ തന്ന കോട്ട് നമുക്ക് തന്നത്. അപ്പം അത്രയും കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ശരിക്കും ഒരു വീടൊക്കെ മാറുമ്പം ഇതുപോലത്തെ 3 കണ്ടെയ്നറൊക്കെ ഉണ്ട്, അത്രയും സാധനങ്ങളുണ്ടെന്ന് അവർ പറയുന്നത്. അങ്ങനെ ഇത്ര നേരം തല്ലിപ്പിടിച്ചുണ്ടാക്കിയതെല്ലാം കൊണ്ട് അയ്യോ സമാധാനായി. കറക്റ്റ് ഫുൾ ഫിറ്റാണ്. അവര് പോവുകയാണ്. ഇതാ ഈ വണ്ടിയാണ് അവരുടെ കുഞ്ഞു വണ്ടി. ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന വണ്ടി, ചെറിയ സാധനങ്ങൾ ഇങ്ങോട്ടൊക്കെ പോകുന്നത്. അപ്പം നമ്മുടെ സാധനങ്ങളെല്ലാം വെച്ചിരിക്കുന്നത് ഈ വലിയ വണ്ടി ട്രക്കിലാണ്. പക്ഷേ ട്രക്കല്ല നമ്മുടെ സാധനം കൊണ്ട് കൊണ്ടുപോകുന്നത്. ഈ എന്താണ് ആ ബോക്സിൻ്റെ പേര്, കണ്ടെയ്നറിലാണ് നമ്മുടെ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ എങ്ങോട്ട് മൂവ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളൊന്ന് ഗസ് ചെയ്യുക. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ വരുന്നത് എന്താണെന്ന് അറിയാനൊരാഗ്രഹം. അപ്പം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ സാധനങ്ങളെല്ലാം അവർ കൊണ്ടുപോയി. ഇനി ബാക്കി നമ്മളുണ്ട് കുറച്ച് അലക്കുറത്ത് സാധനങ്ങളുണ്ട്. നമുക്ക് ഒരാഴ്ച ജീവിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ. ഇനി ബാക്കിയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ കാറിൽ കയറ്റി കൊണ്ടുപോകാം.